ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള സൈക്കോളജി ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ റിവിഷൻ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ കേട്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതുവരെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരമാവും. ഞാൻ APO എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഇട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി പിന്നെ സൈക്കോളജി ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 2 കുഞ്ഞു ടോപ്പിക്കും കൂടി തീർക്കാനുള്ളൂ. അത് ഞാൻ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ആക്കും കേട്ടോ. ഇതുവരെ പഠിപ്പിച്ചതെല്ലാം ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടിട്ട് പെട്ടെന്ന് നമുക്കൊരു റിവിഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് ആരാണ്? വില്യം വൂണ്ട്. മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ട്. 1879 ലിപ്സിക് സർവകലാശാലയിൽ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം വൂണ്ടാണ് കേട്ടോ. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 1879 ലിപ്സിക് സർവകലാശാലയിൽ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം വൂണ്ട്. ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് വില്യം വൂണ്ട്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ട്. ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ട്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര സംഭാവനയായി കണക്കാക്കാവുന്ന സിദ്ധാന്തങ്ങൾ ഏവ? അന്തർദൃഷ്ടി സിദ്ധാന്തം, ക്ഷേത്ര സിദ്ധാന്തം. മാക്സ് വെർത്തീമർ ഏത് വാദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സമഗ്രതാവാദം. സമഗ്രതാവാദവുമായിട്ടാണ് മാക്സ് വെർത്തീമർ എന്ന് പറഞ്ഞിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. പഠനം, ഓർമ്മ, പ്രചോദനം, അപഗ്രഥനം എന്നീ ധർമ്മങ്ങളെ പഠനവിധേയമാക്കണമെന്ന് ഏത് വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ധർമ്മവാദം. മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു എന്നും എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന മനഃശാസ്ത്ര വിഭാഗം ഏത്? പ്രകരാത്മിക മനഃശാസ്ത്രം അല്ലെങ്കിൽ ധർമ്മവാദം. പ്രാചീന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മനഃശാസ്ത്ര ശാഖ ഏത്? ധർമ്മവാദം. ജോൺ ബി വാട്സൺ മുന്നോട്ട് വെച്ച വാദം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വ്യവഹാരവാദം അഥവാ ചേഷ്ടവാദം. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന ഗ്രന്ഥം രചിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ്. അബോധ മനസ്സിൻ്റെ ചോദകങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നത് എന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് മാനസികാപഗ്രഥനം അഥവാ മനോവിശ്ലേഷണ സിദ്ധാന്തം. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഇതൊരു 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്നുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ്. കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന് ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഏതാണ്? ജ്ഞാനനിർമ്മിതിവാദം അഥവാ വൈജ്ഞാനികവാദമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന് ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ജ്ഞാനനിർമ്മിതിവാദം അഥവാ വൈജ്ഞാനികവാദം. ഒരാളുടെ ആത്മാവബോധമാണ് അവൻ്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് കോൾ റോജേഴ്സ് ആണ്. ഒരാളുടെ ആത്മാവബോധം എന്നാണ് കേട്ടോ. ഒരാളുടെ ആത്മാവബോധമാണ് അവൻ്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കോൾ റോജേഴ്സ് ആണ്. ഒരു മനുഷ്യനെ ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉള്ള ഒരു ജീവിയായി കണക്കാക്കുന്ന വാദം ഏതാണ്? മാനവികതാവാദമാണ്. ആത്മാവിഷ്കാരമാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നഭിപ്രായപ്പെട്ടത് മാസ്ലോ. വിജ്ഞാന ശകലങ്ങൾ ഒരു വ്യക്തി എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്നും എങ്ങനെയാണ് അവയെ വിശകലനം ചെയ്ത് സ്വീകരിക്കുന്നതും സ്വാംശീകരിക്കുന്നതും എന്നുമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വാദം ഏതാണ്? ജ്ഞാനനിർമ്മിതിവാദമാണ്. ജ്ഞാനനിർമ്മിതിവാദം ഇമ്പോർട്ടൻ്റ് ആണ്. വിജ്ഞാന ശകലങ്ങൾ ഒരു വ്യക്തി എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്നും എങ്ങനെയാണ് അവയെ വിശകലനം ചെയ്ത് സ്വീകരിക്കുന്നതും സ്വാംശീകരിക്കുന്നതും എന്നുമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വാദത്തെയാണ് ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്നത്. വ്യക്തിയുടെ സ്വഭാവത്തെയും പ്രതികരണത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏവ? മാതാപിതാക്കളുടെ ജീവിത നിലവാരം, വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, വീട്ടിലെ മുതിർന്നവരുടെ സാന്നിധ്യം, മറ്റു സാമൂഹിക ബന്ധങ്ങളുടെ നിലവാരം. ഇതൊക്കെ ചിലപ്പോൾ പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാവേ. അങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ സൈക്കോളജി ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് പെടാത്തത് ഏതെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മനുഷ്യ സ്വഭാവത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പാരമ്പര്യം, നാഡീവ്യവസ്ഥ, മസ്തിഷ്കം, സ്കൂൾ, സമപ്രായക്കാർ, മാധ്യമം, സംസ്കാരം. മനോവിഭ്രാന്തികളെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ആവിർഭവിച്ച സമീപനം ഏത്? മനോവിശ്ലേഷണ സിദ്ധാന്തമാണ്. മനുഷ്യ മനസ്സിനെ ബോധമനസ്സ്, ഉപബോധമനസ്സ്, അബോധമനസ്സ് എന്നിങ്ങനെ 3 തലങ്ങളായി തിരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. മനുഷ്യ മനസ്സിനെ 3 തലങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത്. ബോധമനസ്സ്, ഉപബോധമനസ്സ്, അബോധമനസ്സ് എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്.
ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മളുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന മനസ്സിൻ്റെ തലമാണ് ബോധമനസ്സ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായിട്ടുള്ള ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ ഇവയെല്ലാം അടങ്ങുന്ന മനസ്സിൻ്റെ തലമാണ് ബോധമനസ്സ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാവുന്നതും എന്നാൽ പൂർണ്ണമായ ബോധം ഇല്ലാത്തതുമായ മനസ്സാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാവുന്നതും എന്നാൽ പൂർണ്ണമായ ബോധം ഇല്ലാത്തതുമായ മനസ്സാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത് മനസ്സിൻ്റെ ഏതു തലത്തിലാണ്? ഉപബോധ മനസ്സിലാണ് സ്വപ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന തലമാണ് അബോധതലം. മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന തലം ഏതാണെന്ന് ചോദിച്ചാൽ അബോധതലം. ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണിയായി കണക്കാക്കുന്നത് അബോധ മനസ്സിനെയാണ്. ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണിയായി കണക്കാക്കുന്നത് അബോധ മനസ്സ്. സിഗ്മണ്ട് ഫ്രോയിഡ് അബോധ മനസ്സെന്ന് വിശദീകരിച്ചത് മനസ്സിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന തലത്തെയാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് അബോധ മനസ്സ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മനസ്സിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന തലത്തെ. മാനസിക പ്രശ്നമുള്ളവരെ ചികിത്സിക്കുന്നതിന് ഫ്രോയിഡ് ഏത് രീതിയാണ് പ്രയോജനപ്പെടുത്തിയിരുന്നത്? സ്വപ്നാപഗ്രഥനം. ധാർമ്മിക ബോധമില്ലാത്തതിനാൽ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇത്. വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായി കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത് ഏത് മനോഘടനയുടെ പ്രവർത്തനം മൂലമാണ്? ഇതിൻ്റെ ഇതാണ് കേട്ടോ, ഒരു ഉദാഹരണമാണ് കേട്ടോ അത്. വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായി കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത് ഏത് മനോഘടനയുടെ പ്രവർത്തനമാണെന്ന് ചോദിച്ചാൽ ഇതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജനനം മുതൽ തന്നെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകത്തെയാണ് ഇത് എന്ന് പറയുന്നത്. ജനനം മുതൽ തന്നെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകമാണ് ഇത്. ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നത് ഇതാണ്. ഫ്രോയിഡ് ലിബിഡോ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിനെയാണ്. ഫ്രോയിഡ് ലിബിഡോ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിനെയാണ്. ഈറോസ്, താനിറ്റോസ് എന്നിങ്ങനെയുള്ള ലിബിഡോയുടെ 2 നിർണായ ചോദകങ്ങളെ അവതരിപ്പിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഈറോസ്, താനിറ്റോസ് എന്നിങ്ങനെയുള്ള ലിബിഡോയുടെ 2 നിർണായ ചോദകങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഒരു നിയന്ത്രണ ഘടകമായി പ്രവർത്തിക്കുന്നത് അഹം അഥവാ ഈഗോയാണ്. ഒരു നിയന്ത്രണ ഘടകമായിട്ട് പ്രവർത്തിക്കുന്നത് അഹം എന്ന് പറഞ്ഞിട്ടുള്ള ഘടകമാണ്, അല്ലെങ്കിൽ ഈഗോ. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സായും വ്യക്തിത്വത്തിൻ്റെ പാലകനായും കണക്കാക്കുന്നത് ഈഗോയെയാണ്, അല്ലെങ്കിൽ അഹം. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സായും വ്യക്തിത്വത്തിൻ്റെ പാലകനായും കണക്കാക്കുന്നത് ഏത് ഘടകത്തെയാണ്? ഈഗോ അല്ലെങ്കിൽ അഹത്തെയാണ്. പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്ന മാനസിക ഘടനയാണ് അത്യഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂപ്പർ ഈഗോ. പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്ന മാനസിക ഘടനയാണ് അത്യഹം അല്ലെങ്കിൽ സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തത്വം അനുസരിച്ചിട്ടാണ്? സാൻമാർഗിക തത്വം. വേറെയുണ്ട് ഇത് സുഖതത്വം അനുസരിച്ചിട്ടും ഈഗോ യാഥാർത്ഥ്യ തത്വം അനുസരിച്ചിട്ടുമാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഇത് ഓർമ്മയിലിരിക്കണേ. സൂപ്പർ ഈഗോ ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് സാൻമാർഗിക തത്വം അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നു. ഇതാണെങ്കിൽ സുഖതത്വം അനുസരിച്ചിട്ടും ഈഗോ ആണെങ്കിൽ യാഥാർത്ഥ്യ തത്വം അനുസരിച്ചിട്ടും. ഇച്ഛാഭംഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഏവ? അസ്വസ്ഥത, പിരിമുറുക്കം, ഉൾവലിയൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇച്ഛാഭംഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? അസ്വസ്ഥത, പിരിമുറുക്കം, ഉൾവലിയൽ. മാനസികവും ശാരീരികവുമായ സംഘട്ടനങ്ങൾക്ക് കാരണമാകുന്ന പ്രതിഭാസം മാനസിക സമ്മർദ്ദം. സംഭവിക്കാൻ സാധ്യതയുള്ള 2 അഭിലഷണീയമായ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്ന അവസ്ഥ ഏതാണ്? ഉത്കണ്ഠ. ഉത്കണ്ഠയെ കാണിക്കുന്ന വികാരങ്ങൾ ഏവ? ഭയം, അസ്വസ്ഥതയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്കണ്ഠയെ കാണിക്കുന്ന വികാരങ്ങൾ ഏതൊക്കെയാണ്? ഭയം, അസ്വസ്ഥത എന്നിവയാണ്. സ്വന്തം പരിസ്ഥിതിയും സമൂഹവുമായി ഇണങ്ങിച്ചേരാൻ വേണ്ടി വ്യക്തി സ്വന്തം വ്യവഹാരത്തെ പരിവർത്തനം ചെയ്യാൻ സഹായിക്കുന്നതാണ് പരിവർത്തനം. സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നത് ഏത് സമായോജന തന്ത്രമാണ്? പ്രക്ഷേപണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രക്ഷേപണം എന്ന് പറഞ്ഞിട്ടുള്ള സമായോജന തന്ത്രം ഞാനത് ക്ലാസ് എടുത്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നത് ഏത് സമായോജന തന്ത്രമാണ്? പ്രക്ഷേപണം. വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം എന്ന് പറയുന്നത്. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദമനം. വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം എന്ന് പറയുന്നത്. ഒരു വ്യക്തി മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമായി കാണുകയും അയാളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദവും ആശ്വാസവും കണ്ടെത്തുന്നതാണ് താതാത്മീകരണം എന്ന് പറയുന്നത്.
അപ്പം മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാം പഠിച്ചിരിക്കുക. എവിടുന്ന് ചോദിച്ചാലും എഴുതാൻ അറിയണ രീതിയിൽ സൈക്കോളജി പഠിച്ചിരിക്കുക കേട്ടോ. പരാജയമുണ്ടാകുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് ആശ്വാസം കണ്ടെത്തുന്നതാണ് യുക്തീകരണം എന്ന് പറയുന്നത്. വേദനാജനകമായ വസ്തുക്കളെ മനസ്സിൻ്റെ ബോധമണ്ഡലത്തിൽ നിന്നും അബോധമണ്ഡലത്തിലേക്ക് മനഃപൂർവ്വം തള്ളിവിടുന്ന പ്രക്രിയയാണ് അടിച്ചമർത്തൽ എന്ന് പറയുന്നത്. ഒരു രംഗത്തിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു രംഗത്തിലെ വിജയത്തിലൂടെ അത് മറയ്ക്കാൻ ശ്രമിക്കുന്നതിനെ അനുപൂരണം എന്ന് പറയുന്നു. സ്വാഗതാർഹം അല്ലാത്ത പ്രവൃത്തികളെയോ വികാരങ്ങളെയോ സമൂഹം അംഗീകരിക്കുന്ന വസ്തുതകളുമായി കോർത്തിണക്കി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന തന്ത്രത്തെയാണ് ഉദാത്തീകരണം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതാണ് പാശ്ചാത്ഗമനം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ കാര്യം വെച്ചിട്ട് 2 കുട്ടികളുണ്ടെങ്കിൽ മൂത്ത കുട്ടിയുടെ ഇളയ കുട്ടിയുടെ കാര്യം വെച്ചിട്ടൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ക്ലാസ് കാണാത്തവരൊക്കെ ഒന്ന് കയറിയിട്ട് കാണുക കേട്ടോ. മോഹഭംഗത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സമായോജന തന്ത്രം ഏത്? ആക്രമണം. ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച ഒരു കുട്ടി അത് സാധിക്കാതെ വരുമ്പോൾ നേഴ്സായി തീർന്ന് സ്വയം തൃപ്തി നേടുന്നു. ഇതിലുള്ള സമായോജന തന്ത്രം ഏതാണ്? പ്രതിസ്ഥാപനമാണ്. അതെന്താ, നമ്മൾ ഒരു കാര്യം നേടാൻ ആഗ്രഹിച്ചിട്ട് നമുക്കത് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ വേറൊരു കാര്യം നേടിയിട്ട് അതിൽ സ്വയം തൃപ്തി നേടുന്നതിനെയാണ് പ്രതിസ്ഥാപനം എന്ന് പറയുന്നത് കേട്ടോ. അതൊരു സമായോജന തന്ത്രമാണ് പ്രതിസ്ഥാപനം. മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടി പ്രശ്നങ്ങളും വിഷമതകളും പരിഹരിക്കുന്ന സമായോജന തന്ത്രത്തെയാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. വിഷമ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അറിഞ്ഞില്ലെന്ന് നടിക്കാനുള്ള പ്രവണതയ്ക്ക് പറയുന്നതാണ് ഒട്ടകപക്ഷി മനോഭാവം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഇഷ്ടക്കുറവുള്ള വ്യക്തികൾ ഉണ്ടാകും. അത്തരം വ്യക്തികളോടും വസ്തുക്കളോടും ബാഹ്യമായി ഇഷ്ടം കാണിക്കുന്ന സ്വഭാവമാണ് പ്രതിക്രിയാ വിധാനം എന്ന് പറയുന്നത്. വിചിത്രമായ കൽപ്പനകളിലൂടെ ആഗ്രഹപൂർത്തി വരുത്തിയതായി സങ്കല്പിക്കുന്നത് ഏത് സമായോജന തന്ത്രമാണ്? ഭ്രമകൽപ്പന. അന്യരിൽ നിന്ന് അറിയാത്ത ആശയങ്ങളും അനുഭവങ്ങളും സ്വീകരിച്ച് സ്വന്തം ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതാണ് അന്തർക്ഷേപണം. പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചുവെച്ച് പ്രതിപ്രവർത്തിക്കുന്ന സ്വഭാവം ആണ് ആദേശം ചെയ്യൽ. പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചുവെച്ചിട്ട് പ്രതിപ്രവർത്തിക്കുന്ന സ്വഭാവമാണ് ആദേശം ചെയ്യൽ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന ഊർജ്ജമാണ് അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്നൊക്കെ പറയില്ലേ, അതാണ്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന ഊർജ്ജമാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. ഇപ്പോൾ PSC പഠിക്കാൻ വല്ലാണ്ട് മടുപ്പ് തോന്നുന്ന സമയത്ത് കുറച്ച് അഭിപ്രേരണ വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കാണുക. അപ്പോൾ നമുക്ക് തന്നാലെ പഠിക്കാനുള്ള ഒരു മൂടൊക്കെ അങ്ങോട്ട് വരും കേട്ടോ. മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വുഡ്സിനാണ്. മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ എന്ന് അഭിപ്രായപ്പെട്ടത് വുഡ്സിൻ ആണ്. ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സിസറോ ആണ്. ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവാണ് സിസറോ. വ്യക്തികളുടെ മാനസികവും കായികവുമായ കഴിവുകളെ അളക്കാൻ സൈക്കോമെട്രിക് ലാബ് ആരംഭിച്ചത് ഫ്രാൻസിസ് ഗാർട്ടൻ ആണ് വ്യക്തികളുടെ മാനസികവും കായികവുമായ കഴിവുകളെ അളക്കാൻ വേണ്ടിയിട്ട് സൈക്കോമെട്രിക് ലാബ് ആരംഭിച്ചത്. പരീക്ഷ പാസ്സാവാൻ പുസ്തകം വായിക്കുന്നത് ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ബാഹ്യ അഭിപ്രേരണയ്ക്ക്. അതായത് പരീക്ഷ പാസ്സായാൽ മതി, ഉള്ളിലുള്ള ആഗ്രഹം വേണ്ടത് ഉള്ളിൽ നിന്നാണെങ്കിൽ നമ്മൾ മുഴുവൻ മാർക്കോടെയും പാസ്സാവണം എന്നാണ് പറയുക അല്ലേ. നമുക്ക് ഉള്ളിൽ നിന്ന് ആഗ്രഹമാണെങ്കിൽ നമുക്ക് നല്ല വിജയത്തിൽ നല്ല മാർക്കിൽ നമുക്ക് പാസ്സാവണം. ജസ്റ്റ് പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ബാഹ്യ അഭിപ്രേരണയാണ്. ഉള്ളിൽ നിന്നാണെങ്കിൽ അത് ആന്തര അഭിപ്രേരണയാണ്. ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ അത് ആന്തര അഭിപ്രേരണയാണ്. ഒരു ഫുട്ബോൾ കളിക്കാരൻ ഫുട്ബോൾ കളിക്കുന്നത് ആന്തര അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്. പക്ഷെ പരീക്ഷ പാസ്സാവാനാണെങ്കിൽ ബാഹ്യ അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്. പൂർവ്വകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം പ്രയോഗിക്കുവാനുള്ള കഴിവാണ് ബുദ്ധി എന്നഭിപ്രായപ്പെട്ടത് തോൺ ഡൈക്കാണ്. പൂർവ്വകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം പ്രയോഗിക്കുവാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് തോൺ ഡൈക്ക്. ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സ്പിയർമാൻ ആണ്. ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് സ്പിയർമാൻ. ഘടകാപഗ്രഥനം എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതം വഴി ബുദ്ധിമാതൃക വികസിപ്പിച്ചെടുത്തതാണ് JP ഗിൽഫോർഡ് ആണ്. ഘടകാപഗ്രഥനം എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതം വഴി ബുദ്ധിമാതൃക വികസിപ്പിച്ചെടുത്തത് JP ഗിൽഫോർഡ്. സംഘഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? താഴ്സ്റ്റൺ ആണ്. സംഘഘടകം താഴ്സ്റ്റൺ. സംഘഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? താഴ്സ്റ്റൺ.
മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഹൊവാർഡ് ഗാർഡനറാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ എന്ന കൃതി രചിച്ചത് ഹൊവാർഡ് ഗാർഡനർ. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? പാരിസ്ഥിതികം. സമ്മർദ്ദം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലേ. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? പാരിസ്ഥിതികം. അബ്രഹാം മസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാരം. ഇത് മുന്നേ ചോദിച്ചിട്ടുണ്ട്, പിവയ്ക്കാണ്. ഇച്ഛാഭംഗത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഏവ? ഉറക്കക്കുറവ്, ദുർബലമായ രോഗപ്രതിരോധ ശേഷി, ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ. ഉത്കണ്ഠ രോഗാവസ്ഥയിലുള്ളവരിൽ ഏറ്റവും പ്രവർത്തന സജ്ജമാക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? അമിഗ്ഡലയാണ് കേട്ടോ. അമിഗ്ഡല. ഈ അമിഗ്ഡല എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഈ രണ്ടർദ്ധ ഗോളങ്ങൾക്കിടയിലുള്ള ഗ്രേ മാറ്ററിനെ പറയുന്നതാണ് കേട്ടോ. അമിഗ്ഡല എന്ന് പറയുന്നത് അത് നേരെ ഓപ്പോസിറ്റാണ്. അമിഗ്ഡല എന്നാണ് പറയാൻ വരുന്നത്. അമിഗ്ഡല എന്നാണ്. അമിഗ്ഡല അത് ആ ഗ്രേ മാറ്ററിനെ പറയുന്നതാണ് കേട്ടോ. അമിഗ്ഡല എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓടാനോ അല്ലെങ്കിൽ നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് ഈ അമിഗ്ഡല എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഒരു ഗ്രേ മാറ്ററാണ് നമ്മുടെ ബ്രെയിനിലുള്ള നമ്മുടെ ഈ ബ്രെയിനിൻ്റെ ഈ അർദ്ധ ഗോളങ്ങളുടെ ഇടയിലുള്ള ഒരു ഗ്രേ മാറ്ററാണ് ഈ അമിഗ്ഡല എന്ന് പറയുന്നത് കേട്ടോ. ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലാസ്സസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കയറിയിട്ട് കാണുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരമാവും. നന്നായിട്ട് റിവിഷൻ കൊടുക്കുക കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക്സിൽ നന്നായിട്ട് റിവിഷൻ കൊടുക്കുക. നമ്മൾ ആദ്യമായിട്ട് പഠിക്കണതല്ലേ. അപ്പോൾ കുറേ വേർഡുകളൊക്കെ നമുക്ക് തലയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ റിവിഷൻ കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. 20 മാർക്കാണ്, കളയാൻ പാടില്ല. 19 മാർക്കെങ്കിലും നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ അത് വിചാരിച്ചിട്ട് പഠിക്കുക. 20ൽ 20 കിട്ടുകയാണെങ്കിൽ അത്രയും ബെറ്റർ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പിന്നെന്താണ്, വേറൊന്നുമില്ല. അപ്പോൾ താങ്ക് യു. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആക്കിയിട്ടിടാനും മറക്കല്ലേ. പിന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. കൂടെ ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. നമുക്ക് സൈക്കോളജിയുടെ 2 ക്ലാസ് ഞാൻ ഉടനെ ഇടാം കേട്ടോ. 2 കുഞ്ഞു ടോപ്പിക്കാണ്, അതും കൂടെ ഞാൻ പെട്ടെന്ന് ഇടാവേ. അപ്പോൾ താങ്ക് യു.